ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ അഡ്വക്കേറ്റ് അഞ്ജലിയുടെ നാളത്തെ മെഗാ എപ്പിസോഡിന്റെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ അഞ്ജലി ആണെന്നുണ്ടെങ്കിൽ സ്നേഹിച്ച അഭിലാഷിനെയാണ് ചേച്ചി സ്വന്തമാക്കിയത്. അവര് സ്നേഹിച്ചത് പരസ്പരം കണ്ടുകൊണ്ടിട്ടല്ല, കാണാതെയാണ് സ്നേഹിച്ചത്. അപ്പൊ അഞ്ജലിയാണെന്ന് പറഞ്ഞിട്ട് അതായത് അഭിലാഷും അഞ്ജലിയും കൂടി ഒരു തീരുമാനം എടുക്കും, വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിട്ട്. ആ സമയത്ത് അഞ്ജലിയാണെന്ന് പറഞ്ഞിട്ട് അനുപമയാണ് നമ്മുടെ അഭിലാഷിന്റെ അടുത്ത് പോകുന്നതും, അതുകൊണ്ട് അഭിലാഷ് താലി കെട്ടണതും നിർബന്ധിച്ച് താലി കെട്ടിപ്പിക്കട്ടോ അഭിലാഷിനെ കൊണ്ട്. ഏകദേശം നമ്മുടെ ബോഡി ഗാർഡ് സിനിമയുടെ ക്ലൈമാക്സ് പോലെ. അപ്പൊ അങ്ങനെയാണ് അനുപമ അഭിലാഷിന്റെ ഭാര്യ ചെയ്ത്. അഭിലാഷിന് ഒരിക്കലും മനസ്സുകൊണ്ട് പോലും ഇപ്പോഴും അനുപമയെ ഭാര്യയാക്കാനായിട്ട് ആ ഒരു തയ്യാറെടുപ്പ് ഇതെന്ന് അവളൊരു പണത്തിന് വേണ്ടി കൊതിച്ചു നടക്കുന്ന പെണ്ണാണ് അഭിലാഷിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ അഭിലാഷിന് ഒരു സ്നേഹവും ഒരു പ്രണയവും ഒന്നും തന്നെ അനുപമയെടുത്ത് തോന്നിയിട്ടേ ഇല്ല കേട്ടോ. അതേസമയം നമ്മൾ അർജുനാണെങ്കിൽ അമ്മയടുത്ത് പറയുന്നുണ്ട്, എനിക്ക് കാവ്യനെ ഇഷ്ടമല്ല, കാവ്യന് വിവാഹം കഴിക്കാൻ താല്പര്യമില്ല, ഞാൻ എൻ്റെ വധുവിനെ കണ്ടുപിടിച്ചു, അതിന് അവൾ ഏതാണെന്നും എവിടെയാ എന്താ പേരെന്നും എവിടെയാ വീടെന്നും അങ്ങനത്തെ കാര്യങ്ങൾ മാത്രം അന്വേഷിച്ചാൽ മതി. അപ്പൊ അമ്മ ചോദിക്കണ്ടല്ല, നീ കണ്ടെത്തിയ പെൺകുട്ടി വിവാഹം കഴിഞ്ഞ പെൺകുട്ടിയാണെങ്കിലോ അവളെ വിവാഹമൊന്നും കഴിഞ്ഞിട്ടുണ്ടാവില്ല എന്നെന്റെ മനസ്സ് നന്നായിട്ട് പറയുന്നുണ്ട്. എനിക്ക് വേണ്ടി ജോത്സ്യം പറഞ്ഞ ആ പെൺകുട്ടി അത് തന്നെയായിരിക്കും, നീതി ന്യായമൊക്കെ നടപ്പാക്കുന്ന പെൺകുട്ടി എന്നല്ലേ പറഞ്ഞത്. അപ്പൊ അവള് തന്നെയാണ്, കാരണം അവളൊരു വക്കീലാണ് എന്ന് പറയാണ്. അപ്പൊ അമ്മക്കൊട്ടും താല്പര്യമില്ല, നീ നിന്റെ ചേട്ടനെ പോലെ വില അലവലാതി കുടുംബത്തിൽ നിന്നാണോ പെണ്ണെടുക്കാൻ പോണത് എന്നൊക്കെ പുച്ഛിക്കുന്നുണ്ട്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ കാവ്യയുടെ അച്ഛനും അമ്മേനെയാണ്. ഈ കാർത്തികിന്റെ ലീലാവിലാസങ്ങളൊക്കെ വീഡിയോ വൈറൽ ആയത് കൊണ്ട് തന്നെ അവര് സ്റ്റേറ്റിൽ ഇരുന്നിട്ട് പോലും ഈ വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടു. അതുകൊണ്ട് തന്നെ അവര് നാട്ടിലേക്ക് വന്നിരിക്കുകയാണ്. വന്ന പാടെ തന്നെ കാർത്തികിന്റെ മുഖത്തേക്ക് ഒരു ഒറ്റ അടി വെച്ച് കൊടുക്കാട്ടോ അച്ഛൻ. നീ എന്നെ നാണം കെടുത്തിയല്ലോടാ, നിന്റെ ചേച്ചിയുടെ ജീവിതത്തെ കുറിച്ചെങ്കിലും നീ ആലോചിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വഴക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. അതൊരു വശത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോ തന്നെ അഞ്ജലി എടുത്ത് നമ്മുടെ രാഘവൻ വക്കീൽ, അതായത് അർജുന്റെ വക്കീലുണ്ട്, അർജുന്റെ അച്ഛനുണ്ടല്ലോ, അങ്ങനെയുടെ വക്കീല് വിളിക്കുകയാണ് അഞ്ജലിനെ. എന്നിട്ട് പറയുന്നുണ്ട്, ഈ കേസിൽ നിന്ന് പത്മയുടെ കേസിൽ നിന്ന് ഒഴിവാവണം, നമുക്ക് വേണ്ടപ്പെട്ട ഒരു പയ്യനാണ് ഇതിൽ ഇടപെട്ടിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ പയ്യനെ കുടുംബത്തിന് നാണക്കേടാണ്, ഈ കേസിൽ നിന്ന് ഒഴിവാവണം, എത്ര രൂപ വേണമെങ്കിലും തരാന്നൊക്കെ അഞ്ജലി അടുത്ത് പറയുമ്പോൾ അഞ്ജലി പറഞ്ഞിട്ട്, എന്തൊക്കെ വന്നാലും ഞാൻ ഒഴിവാവില്ല, പെൺകുട്ടികൾക്ക് നേരിടാൻ സമൂഹത്തിന് നേരിടുന്ന ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഞാൻ മുന്നോട്ട് കൊണ്ടുവരും, ഞാൻ നീതിക്ക് വേണ്ടി വാദിക്കുന്ന വക്കീലാണ്, എനിക്ക് പണം ഒന്നും വേണ്ടെന്ന് പറഞ്ഞിട്ട് അഞ്ജലി ധൈര്യമായിട്ട് മുന്നോട്ട് പോകുകയാണ്. പിന്നീട് കാണിക്കുന്ന ഫ്ലാഷ് ബാക്ക് പോലെയാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അഞ്ജലിയും അതുപോലെ തന്നെ ഈ വെല്ലേച്ചിന്റെ മോള്, അതായത് ഇപ്പൊ തളർന്ന് കിടക്കുന്ന പെൺകുട്ടി ഉണ്ടല്ലോ, അവർ രണ്ടുപേരും സ്കൂളിൽ പോണ സമയത്താണല്ലോ ഈ പെൺകുട്ടിയുടെ കയ്യിലെ വള, സ്വർണ്ണവള ഒരു കള്ളൻ ഊരിയെടുക്കാൻ നോക്കിയത്. അങ്ങനെ ഊരെടുക്കാൻ നോക്കണ സമയത്താണ് ഈ പെൺകുട്ടി നിലത്ത് വീണ് തല അടിച്ചു കൊണ്ടിട്ട് ഇങ്ങനെ ഒരു കോമ സ്റ്റേജ് കുറെ നാൾ കിടന്നത്. ഇപ്പോഴാണ് ബോധമൊക്കെ വന്നിട്ട് ആ പെൺകുട്ടി വീൽ ചെയറിലെങ്കിലും ഇരിക്കുന്നത് കേട്ടോ. അത് മാത്രമല്ല, അരക്കത്ത് കീഴ്പോട്ട് ആ പെൺകുട്ടിക്ക് സ്പർശനം അറിയത്തൂല, അനക്കാനും പറ്റത്തില്ല. അപ്പൊ അങ്ങനെ ആ പെൺകുട്ടി ഇപ്പൊ വീൽ ചെയറിലിരിക്കുന്നത്. അപ്പൊ അത് മാത്രമല്ല, അപ്പൊ ആ കേസ് നമ്മുടെ അഞ്ജലി ആലോചിക്കുന്നുണ്ട്. കാരണം തന്റെ ആ ഒരു കേസിൽ പെട്ടിട്ടാണ് ആ കേസിൽ പെട്ടിട്ട് ആ പിടിച്ചുപടിക്കാരനെ ശരിക്കും പോലീസ് അറസ്റ്റ് ചെയ്തായിരുന്നു. പക്ഷെ അന്ന് രാത്രി വരെ പോലീസ് സ്റ്റേഷൻ പിടിച്ചുപറിക്കാരൻ തൂങ്ങി മരിച്ചിട്ടുണ്ടെന്ന്. അപ്പൊ അതൊക്കെ തന്നെ ശരിക്കും പറഞ്ഞാൽ ഈ അർജുന്റെ അച്ഛനുണ്ടല്ലോ, അയാളും പിന്നെ ഈ കാർത്തികിന്റെ അച്ഛനുണ്ടല്ലോ, ഇവര് തമ്മിൽ എന്തൊരു ഇടപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുണ്ട്. അവര് കൈകൊട്ടി ചിരിക്കണൊക്കെ ഉണ്ട്, വർഷങ്ങൾക്ക് മുമ്പുള്ള ഭാഗം കാണിക്കുക കേട്ടോ. അത് മാത്രമല്ല, അഞ്ജലിയുടെ അച്ഛനെ കുടുക്കിയത് ഇവരാണോന്ന് പോലും നമുക്ക് സംശയം തോന്നും പ്രൊമോ കാണുമ്പോൾ. എന്തായാലും ആ ഒരു ഫ്ലാഷ് ബാക്കാണ് നമ്മൾ മെഗാ എപ്പിസോഡായിട്ട് നാളെയും മറ്റന്നാളെയും കാണാൻ പോണത്. എന്തായാലും കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. അഡ്വക്കേറ്റ് അഞ്ജലി ഇഷ്ടമുള്ളവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.